പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കേരളത്തിലെ പൊതുഗതാഗതത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ജനങ്ങൾ യാത്രകൾക്ക് വേണ്ടി കൂടുതലും ആശ്രയിക്കുന്നത് ബസ്സുകളാണ്. KSRTC ബസ്സുകളുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ആദ്യം തന്നെ ആനവണ്ടി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന KSRTCയെക്കുറിച്ച് പറയാം. കേരള സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായ ശ്രീ ചിത്തിര തിരുനാളാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ 1938 ഫെബ്രുവരി 20 ബസ് സർവീസ് ആരംഭിച്ചു. പിന്നീട് അത് TSTC എന്ന പേരിൽ വികസിച്ചു. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 ഏപ്രിൽ 1 കേരള സർക്കാർ KSRTC സ്ഥാപിച്ചു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC 6000-ഓളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന KSRTCക്ക് നിലവിൽ 4700 ബസ്സുകൾക്ക് ചുവടെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബസ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ബസ് സർവീസ് ആരംഭിച്ചത് സ്വകാര്യ വ്യക്തികൾ കൂടിച്ചേർന്നുകൊണ്ടാണ്. 1910 സർവീസ് ആരംഭിക്കുന്നത്. ജോസഫ് അഗസ്റ്റി കയ്യാലക്കകം എന്ന 18 വയസ്സുകാരൻ തൻ്റെ അമ്മാവൻ്റെ സഹായത്തോടെ പാലാ കോട്ടയം റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചു. ബസ്സിന് മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരും നൽകി. പിന്നീട് KSRTC നിലവിൽ വരുന്നതിന് 11 വർഷം മുമ്പ് J. നിക്കോളസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ മലബാർ മോട്ടോർ യൂണിയൻ എന്ന സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ സംഘടന രൂപപ്പെട്ടു. ഇവർ കോഴിക്കോട്, മഞ്ചേരി, നിലമ്പൂർ തുടങ്ങിയ റൂട്ടുകളിൽ ബസ് സർവീസ് നടത്തുകയും ചെയ്തു. 2005 മുതൽ 2010 വരെയുള്ള കണക്ക് പ്രകാരം 34,000 പ്രൈവറ്റ് ബസ്സുകളാണ് കേരളത്തിൻ്റെ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്നത്. നിലവിൽ 7,000-ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ ബസ്സുകളുടെ കളർ കോഡുകളെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിലെ ബസ്സുകൾക്ക് വിവിധ സേവനങ്ങളനുസരിച്ച് പ്രത്യേക നിറങ്ങൾ നൽകിയിരിക്കുന്നു. നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ബസ്സുകൾക്ക് വ്യത്യസ്ത നിറങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ പ്രൈവറ്റ് ബസ്സുകളുടെയും ഇരുവശത്തും താഴെ ഭാഗത്ത് കുറുകെ വെളുത്ത ലൈനുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 3 നിറവ്യത്യാസങ്ങളിലായാണ് ബസ്സുകൾ റോഡിൽ കാണപ്പെടുന്നത്. നീല നിറത്തിലും പച്ച നിറത്തിലും മെറൂൺ നിറത്തിലും. കളർ കോഡ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ബസ്സുകളുടെ സേവന രീതി ജനങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. നീല ബസ്സുകൾ ഗ്രാമങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. ഏറ്റവും സാധാരണമായ ബസ്സുകൾ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന ബസ്സുകൾ. നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പച്ച നിറമാണ് നൽകിയിട്ടുള്ളത്. എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന ബസ്സുകളാണ് പച്ച നിറമുള്ള ബസ്സുകൾ. ഇത് ഒരു സിറ്റി സർവീസ് ബസ്സുകളാണ്. വേഗത കൂടിയതും ദൂരക്കൂടുതലുകളുമുള്ള ബസ്സുകൾക്ക് മെറൂൺ നിറമാണ് നൽകിയിട്ടുള്ളത്. മെറൂൺ നിറത്തിലുള്ള ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്. KSRTC ബസ്സുകളിൽ കളർ കോഡ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബസ്സുകൾ തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ,
സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ്, പിന്നെ KSRTC മിന്നൽ, KSRTC സ്വിഫ്റ്റ്. ചെറിയ ദൂരങ്ങളിലും ഗ്രാമീണ മേഖലകളിലേക്കും ചെറിയ പട്ടണങ്ങളിലേക്കും ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ യാത്രാ അവസരം ഒരുക്കുകയാണ് KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ. വെള്ളയിൽ ലൈറ്റ് ബ്ലൂ നിറമാണ് ബസ്സിന് നൽകിയിട്ടുള്ളത്. ഓർഡിനറി ബസ്സുകളെ അപേക്ഷിച്ച് കുറച്ച് സ്പീഡ് കൂടുതലുള്ളതും എന്നാൽ സ്റ്റോപ്പുകൾ കുറവുള്ളതുമായ ബസ്സുകളാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ. ചുവപ്പിൽ ലൈറ്റ് യെല്ലോ നിറത്തിലുള്ളവയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ഈയൊരു ശ്രേണിയിൽപ്പെടും. പരിമിതമായ സ്റ്റോപ്പുകൾ ഉള്ളതും കൂടുതൽ വേഗതയുള്ളതുമായ ഉയർന്ന ടിക്കറ്റ് ചാർജുള്ള ബസ്സുകളാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നീ ബസ്സുകൾക്ക് ഒരേ നിറമാണ് നൽകിയിട്ടുള്ളത്. ഉയർന്ന നിലവാരമുള്ളതും ദൈർഘ്യമേറിയ യാത്രകൾക്കുള്ളതുമായ ബസ്സുകളാണ് KSRTC സൂപ്പർ ഡീലക്സ് ബസ്സുകൾ. വെള്ള നിറത്തിൽ AC ഇല്ലാത്ത സെമി സ്ലീപ്പർ ബസ്സുകളാണ് സൂപ്പർ ഡീലക്സ്. പ്രധാനപ്പെട്ട റൂട്ടുകളിൽ മാത്രം സർവീസ് നടത്തുന്ന ബസ്സുകളാണ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ. ഉദാഹരണത്തിന് പാലക്കാട്, ബാംഗ്ലൂർ, തിരുവനന്തപുരം, ചെന്നൈ, കൊച്ചി, മധുരൈ. വലിയ ബസ് സ്റ്റേഷനുകളിൽ മാത്രം സ്റ്റോപ്പുള്ള ബസ്സുകളാണ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ. ഇടക്കാലത്ത് KSRTC ഈ സർവീസ് നിർത്തിവെച്ചിരുന്നു. പിന്നീട് വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. പച്ച നിറമാണ് ബസ്സിന് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റ് 2 സർവീസുകളാണ് KSRTCക്കുള്ളത്. KSRTC മിന്നൽ, KSRTC സ്വിഫ്റ്റ്. കൂടാതെ KSRTCയുടെ ഗ്രാമവണ്ടി. തിരുവനന്തപുരം, എറണാകുളം പോലുള്ള സിറ്റികളിൽ ലോ ഫ്ലോർ ബസ്സുകളും ദീർഘദൂരത്തിനായി ഗരുഡ ബസ്സുകളും KSRTCക്ക് വേണ്ടി സർവീസ് നടത്തുന്നുണ്ട്. KSRTCയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/7/2025 മുതൽ KSRTC ബസ് സ്റ്റേഷനുകളിൽ ലാൻഡ് ഫോണുകൾ പ്രവർത്തിക്കുകയില്ല. പകരം മൊബൈൽ ഫോണുകളാണ് ഉണ്ടാവുക. ഓരോ ബസ് സ്റ്റേഷനുകളിലെയും മൊബൈൽ നമ്പറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. KSRTCയിൽ ടൂർ പാക്കേജുകളും കല്യാണ സർവീസുകളും ലഭ്യമാണ്. യാത്രക്കാർക്ക് വേണ്ടി ട്രാവൽ കാർഡ് സമ്പ്രദായവും നിലവിൽ വന്നിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷം മലയാളികൾക്ക് ഓണസമ്മാനമായി 168 ബസ്സുകൾ KSRTC പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 25 ഓർഡിനറി ബസ്സുകളും 60 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും 20 ഫാസ്റ്റ് ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകൾക്കായി 27 ബസ്സുകളും AC സ്ലീപ്പറിന് വേണ്ടി 8 ബസ്സുകളും AC സീറ്ററിന് വേണ്ടി 4 ബസ്സുകളും AC സ്ലീപ്പർ കം സീറ്ററിന് വേണ്ടി 10 ബസ്സുകളും പ്രീമിയർ AC സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ 10 എണ്ണവും. ബസ്സുകളുടെ വിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. See you next video.